തമിഴ്നാട്ടിലെ വാൽപ്പാറ വാഹന അപകടത്തിൽ മരിച്ചവർക്ക് വേദനയോടെ വിട നൽകാൻ ജന്മനാട്. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സ്കൂളിലെത്തിയത്. മരിച്ചവരിൽ 6 പേരും ഇതേ സ്കൂളിലെ അധ്യാപികമാരാണ്. ഉച്ചയ്ക്ക് ശേഷം വിവിധയിടങ്ങളിലായി ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പാചക തൊഴിലാളി സാജിദ, അധ്യാപിക ഷക്കീന എന്നിവരുടെ ഖബറടക്കം പാങ് വലിയ ജുമാഅത്ത് പള്ളിയിൽ നടന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും രമ്യാദാസ് ചേരുന്നു. രമ്യ, ഇന്ന് വളരെയധികം ദുഃഖത്തോടെയാണ് നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഇതിൽ 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമല്ലേ. ഒപ്പം മറ്റുള്ളവരുടെ ഖബറടക്കം അതെപ്പോഴാകും, എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ ഈ വിയോഗത്തെ നോക്കിക്കാണുന്നത്, ഒപ്പം പൊതുദർശനത്തിൻ്റെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാം രമ്യ. ഈ തമിഴ്നാട്ടിലെ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് വേദനയോടെ വിട നൽകുകയാണ് ഇന്നിപ്പോൾ പാങ് ഗ്രാമം. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഇവരുടെ ഈ മരണവിവരം ഈ ഗ്രാമം ഉൾക്കൊണ്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ പാങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ടുള്ള അജിത ടീച്ചറുടെ വീട്ടിലാണ്. ഇവിടെ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. കാരണം അവസാനമായി ടീച്ചറെ ഒരു നോക്ക് കാണാൻ ബന്ധുക്കളും അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരുമെല്ലാം ഈ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ്. പൊതുദർശന ശേഷം അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. നിലവിൽ 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഈ സംഘം വിനോദയാത്രയ്ക്കായി പാങ് പള്ളിപ്പറമ്പ് സ്കൂളിൽ നിന്നും പുറപ്പെടുന്നത്. തിരിച്ചു വരുമ്പോഴാണ് ഒരു ദുരന്തമുണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ 9 പേരുടെ വിയോഗം ഈ നാട്ടിലേക്ക് ഒരു ഇടുത്തി പോലെ വരുന്നത്. ഇതിൽ നിന്നും ഇത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും നാട്ടിലെ ആളുകൾക്കും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കൾക്കൊന്നും കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയായിരുന്നു നമുക്ക് ഈ പൊതുദർശനത്തിലുൾപ്പെടെ ഈ മൃതദേഹങ്ങൾ അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചപ്പോഴെല്ലാം കാണാൻ കഴിഞ്ഞത്. കാരണം നിരവധി പേരായിരുന്നു ഇവിടെ ഇവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനും അതുപോലെ തന്നെ അവസാന മൊഴിയൊന്ന് കാണാനുമെല്ലാം ഈ സ്കൂളുകളിലേക്കെല്ലാം വന്നത്. അതായത് തങ്ങളുടെ പ്രധാന അധ്യാപികയടക്കം അതായത് ഗുരുശിഷ്യന്മാർക്ക് നഷ്ടമായി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതൊരു തീരാവേദന തന്നെയായിരുന്നു. പലർക്കും ദുഃഖമടക്കാൻ കഴിയാതെ വിങ്ങിപ്പെട്ടുന്നൊരു സാഹചര്യമെല്ലാം നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷമാണ് 9 മണിയോടുകൂടിയാണ് സ്കൂളിൽ മൃതദേഹങ്ങൾ എത്തിയത്. അതിനുശേഷം ഏകദേശം ഒരു 10:30 വരെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അതിൻ്റെ ചടങ്ങുകളെല്ലാം പലയിടങ്ങളിലായി പുരോഗമിക്കുകയാണ്. അതിൽ പാചകത്തൊഴിലാളിയായിട്ടുള്ള സാജിദ അതുപോലെ തന്നെ അധ്യാപികയായിട്ടുള്ള ഷക്കീന ഇവരുടെ ഖബറടക്കമാണ് അല്പസമയം മുമ്പ് പാങ് വലിയ ജുമാ മസ്ജിദ് പള്ളിയിൽ നടന്നത്. ഇനി അവിടെ തന്നെയാണ് മറ്റൊരു ടീച്ചറായിട്ടുള്ള റംല ടീച്ചറുടെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ നടക്കുന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റുള്ളവരുടെയും അല്പസമയത്തിനുള്ളിൽ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാകും. ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണിയോടുകൂടിയായിരുന്നു പോസ്റ്റ്മോർട്ടം എല്ലാം പൂർത്തിയായി അവിടെ അതായത് തുടർന്ന് മരിച്ച ഇസ്ലാം മതവിശ്വാസികളുടെ ചടങ്ങെല്ലാം പൊള്ളാച്ചി പള്ളിയിൽ നടത്തിയതിനു ശേഷം 5:40 മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അതായത് ഇങ്ങോട്ട് പാങ്ങിലേക്ക് വന്നത്. അങ്ങനെയാണ് 9 മണിയോടുകൂടി തന്നെ ഈ ഒരു പൊതുദർശന പരിപാടികളെല്ലാം നടന്നത്. നിലവിൽ ഇനി ഇതിൽ മട്ടാത്ത് മഹലിൽ മജീദ് അതുപോലെ തന്നെ അധ്യാപകനായിട്ടുള്ള മജീദ്, ഭാര്യ റുക്കിയ എന്നിവരുടെ ഖബറടക്കം നടക്കാനുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് പാങ് മസ്ജിദ് ഖബർസ്ഥാനിലാണ് സുഹറ അതുപോലെ തന്നെ അധ്യാപികയായിട്ടുള്ള സുഹറ, അവരുടെ മകൻ ഹിഷാം എന്നിവരുടെ ഖബറടക്കവും നടക്കും. ഈ പൊതുദർശന ശേഷമായിരിക്കും അജിത ടീച്ചറുടെ മൃതദേഹം ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കുക. അതുപോലെ തന്നെ മറ്റൊരു അധ്യാപികയായിട്ടുള്ള ആശ ടീച്ചറുടെ മൃതദേഹം കൊളത്തൂരിലെ സ്വവസതിയിലാണ് വൈകിട്ടോടുകൂടി. ഈ അപകടത്തിൽ പെട്ടിട്ടുള്ള 3 പേരുടെ ഒരു നോക്ക് കാണാൻ വൻ ജനാവലിയാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുദർശനത്തിൽ നമ്മൾ കണ്ടതാണ്, കണ്ണീരൊഴുക്കാതെ അവിടെ നിന്നും ഒരാൾ പോലും മടങ്ങിപ്പോയിട്ടില്ല. കണ്ണീർ പൂക്കളുമായ കുട്ടികൾ വന്നപ്പോൾ അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. എന്തായാലും മരിച്ചവരിൽ 6 പേരും ഇതേ സ്കൂളിലെ അധ്യാപികമാരാണെന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. രമ്യാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 2 പേരുടെ ഖബറടക്കം കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.